ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ഫുഡ് റെസിപ്പി നോക്കിയാലോ. വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. പയ്യോളി ചിക്കനാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ 18 ഉണക്കമുളക് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം. അത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു പ്ലേറ്റിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ആക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 സ്പൂൺ ഗരം മസാല. പിന്നെ ഞങ്ങൾ കോഴിയിൽ ഓൾറെഡി 4 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്പൂൺ വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കോഴി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണക്കമുളക് മസാല അടിച്ചത് നമുക്ക് തേങ്ങ ചിരണ്ടിയിലോട്ടൊന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഒരു പ്ലേറ്റിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നമ്മുടെ കോഴി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റിന് വെറുതെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കോഴി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മുളകും കൂടെ അതിലോട്ടൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം ആക്കിയാൽ മതി. പിന്നെ നമ്മൾ അതിലോട്ട് ക്യാപ്സിക്കം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട്. അധികം ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ഒരു പ്ലേറ്റിലാക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തേങ്ങയും ഉണക്കമുളക് പേസ്റ്റും കൂടി നമുക്കെടുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച പ്ലേറ്റിൽ തന്നെ നമുക്ക് ഇതും കൂടെ ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച കോഴിയിലോട്ട് ഇതൊന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. ഇതുമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇപ്പോൾ അടുത്ത വീഡിയോ ആയി വരാം. ബൈ ബൈ.